Hi all. Today we are going to discuss about CCE records and types of portfolio. First, we move on to the introduction to CCE. Continuous and comprehensive evaluation. It is a procedure of assessment directed by the Right to Education Act of India in 2009, introduced by state governments in India as well as by the CBSE in India for students of 6th to 10th class and 12th in some schools. സോ സി സിയുടെ ഫുൾ ഫോമാണ് എപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ളത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇതൊരു പ്രൊസീജിയർ ഓഫ് അസസ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്സും CBSE ബോർഡും എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ഓഫ് അസസ്മെൻ്റ് ആണ് CCE എന്ന് പറയുന്നത്. ദെൻ എയിംസ് ഓഫ് CCE to assess every aspect of the child during their presence at the school. CCE helps in minimizing the stress on children, make assessment comprehensive and regular, provide space for the teacher for prolific teaching, provide a tool for detection and corrections, produce learners with greater skill. ഒരു കുട്ടി സ്കൂളിലായിരിക്കുമ്പോൾ ഉള്ള അവൻ്റെ എല്ലാ ആസ്പെക്റ്റും അസസ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ഓഫ് അസസ്മെൻ്റ് ആണ് CCE എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു സെമസ്റ്ററിൻ്റെ എക്സാം അല്ലെങ്കിൽ ഫൈനൽ എക്സാംസിലൂടെയാണ് കുട്ടീനെ അസസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കുട്ടികളിൽ സ്ട്രെസ്സ് കൂട്ടും. അപ്പോൾ CCE എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ എവറി ആസ്പെക്റ്റും നമ്മൾ അസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കുട്ടികളിലെ സ്ട്രെസ്സ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസസ്മെൻറ്റ് റെഗുലർ ആൻഡ് കോംപ്രിഹെൻസീവ് ആക്കുന്നുണ്ട്. അതുപോലെ ഒരു പ്രൊഡക്റ്റീവ് ടീച്ചിങ്ങിന് ഇത് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കുട്ടീനെ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്ഷൻസ് കൊടുക്കാനും ഉള്ള ഒരു ടൂളായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് CCE ഹെൽപ്പ് ടു ഡെവലപ്പ് കൊഗ്നിറ്റീവ്, സൈക്കോമോട്ടർ ആൻഡ് അഫക്റ്റീവ് സ്കിൽസ്, to make evaluation an integral part of teaching learning process, to use evaluation for improvement of students and achievement and teaching learning strategies, to make the process of teaching and learning a learner-centered activity, to lay emphasis on thought process and de-emphasize on memorization. CCE കുട്ടികളിൽ കൊഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് അഫക്റ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവാലുവേഷൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ അച്ചീവ്മെൻറ്റും ഇമ്പ്രൂവ്മെൻറ്റും സ്കിൽസും അതുപോലെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസും എല്ലാം ഇവാലുവേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഒരു ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റി ആക്കി മാറ്റുന്നു. അതുപോലെ ഇവിടെ എംഫസിസ് കൊടുക്കുന്നത് തോട്ട് പ്രോസസ്സിനാണ്, അല്ലാതെ മെമ്മറൈസേഷന് വേണ്ടിയിട്ടല്ല. അതായത് ഒരു എക്സാമിലൂടെ മാത്രമാണ് ഒരു കുട്ടീനെ അസസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എംഫസൈസ് കൊടുക്കുന്നത് മെമ്മറൈസേഷൻ പ്രോസസ്സിന് വേണ്ടി മാത്രമാണ്. കുട്ടിക്ക് ഒന്നും ചിന്തിച്ച് എഴുതാനില്ല. കുട്ടി ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ടീച്ചർ കൊടുത്ത നോട്ടോ നോക്കി കാണാതെ പഠിച്ച് വന്ന് അത് എഴുതുന്ന ആ ഒരു മെമ്മറൈസേഷൻ പ്രോസസ്സിന് മാത്രമാണ് സാധാ അസസ്മെൻറ്റുകളെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ CCE എന്ന് പറയുന്നത് തോട്ട് പ്രോസസ്സിനാണ് എംഫസൈസ് കൊടുക്കുന്നത്. Then we move on to the meaning of CCE. Continuous means regular and continuous activities conducted throughout the year to achieve all-round development. സോ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ കോംപ്രിഹെൻസീവ്, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്, ദാറ്റ് ഈസ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലാ ആസ്പെക്റ്റിലുള്ള പ്രോഗ്രസ്, അതായത് മെൻ്റൽ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, ഈ 3 ആസ്പെക്റ്റിലുമുള്ള സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ്, ദാറ്റ് മീൻസ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് തന്നെയാണ് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്. അപ്പോൾ ഈ കണ്ടിന്യൂസും കോംപ്രിഹെൻസീവുമായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കോമൺ ഐറ്റംസ് യൂസ്ഡ് ഫോർ CCE ആർ പ്രൊജക്റ്റ്, ഫീൽഡ് സ്റ്റഡി, സെമിനാർ, ഡിബേറ്റ്,
പ്രാക്ടിക്കൽസ്, ക്ലാസ് ടെസ്റ്റ്, അസൈൻമെൻറ്റ്സ്, മോഡൽ പ്രിപ്പറേഷൻ എക്സെട്ര. CCE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്, അതുപോലെ കോംപ്രിഹെൻസീവ് ഇവാലുവേഷനുമാണ്. സോ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ കണ്ടിന്യൂവൽ ആസ്പെക്റ്റിലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പീരിയോഡിസിറ്റി ആസ്പെക്റ്റിലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർക്ക് മനസ്സിലായോ, എങ്ങനെയാണ് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉള്ളത് എന്ന്, അങ്ങനെയുള്ള അസസ്മെൻ്റ് ഒക്കെ നമ്മൾ ക്ലാസ് ടൈമിൽ തന്നെ, ദാറ്റ് ഈസ് ഇവാലുവേഷൻ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്, ആ ഒരു ടൈമിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂവൽ ആസ്പെക്റ്റ് ഓഫ് ഇവാലുവേഷൻ. ദെൻ പീരിയോഡിസിറ്റി ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെയാണ്. അതായത് ഒരു യൂണിറ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇയർ കഴിയുമ്പോഴോ നമ്മളൊരു എക്സാം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു പീരിയോഡിക്കലായിട്ടുള്ള ആസ്പെക്റ്റിൻ്റെ ഇവാലുവേഷനാണ്. ഓക്കെ. ദെൻ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്സ് പേഴ്സണാലിറ്റി. അപ്പോൾ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, സ്കോളാസ്റ്റിക് ആസ്പെക്റ്റും കോ സ്കോളാസ്റ്റിക് ആസ്പെക്റ്റും. ഇതൊന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ CCE എന്ന് പറയുന്നത് സ്കോളാസ്റ്റിക് സ്കിൽസ് ഉണ്ട്, കോ സ്കോളാസ്റ്റിക് എബിലിറ്റീസ് ഉണ്ട്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ്. ഈ മൂന്നെണ്ണവും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് CCE എന്ന് പറയുന്നത്. യു മീൻ ബൈ സ്കോളാസ്റ്റിക്? ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദോസ് അക്കാദമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് വാരിയസ് സബ്ജക്ട്സ്. The term scholastic refers to those activities which are related to intellect or the brain. It is related to the assessment of learners in curricular subjects. It includes assignments, projects, practicals, etc. The desirable behavior related to the learner's knowledge, understanding, application, evaluation, analysis, and creation in subjects and the ability to apply it in an unfamiliar situation are some of the objectives in the scholastic domain. അപ്പോൾ സ്കോളാസ്റ്റിക് എന്ന ടേം തന്നെ പറയുന്നത് അത് ഇൻ്റലക്ച്വൽ ഓർ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും വാരിയസ് സബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ അക്കാദമിക് ആക്ടിവിറ്റീസും ഈ സ്കോളാസ്റ്റിക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പല ഡിഫറെൻറ്റ് സബ്ജക്റ്റിലുള്ള ലേണേഴ്സിൻ്റെ അസസ്മെൻറ്റിനെയാണ് സ്കോളാസ്റ്റിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, പ്രാക്ടിക്കൽസ് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലേണറിൻ്റെ നോളേജും അണ്ടർസ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷനും ഇവാലുവേഷനും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ നേടിയ നോളേജ് വേറൊരു അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവരതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതിനുള്ള എബിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെയാണ് സ്കോളാസ്റ്റിക് ഡൊമൈൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സ്കോളാസ്റ്റിക് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു കരിക്കുലർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും വരും. ലാംഗ്വേജ്, സയൻസ്, സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അങ്ങനെ എല്ലാ സബ്ജക്ട്സും സ്കോളാസ്റ്റിക് ഏരിയയിൽ വരുന്നുണ്ട്. ദെൻ ടൂൾസ് ഫോർ അസസിങ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇൻ സ്കോളാസ്റ്റിക് ഏരിയ. അപ്പോൾ സ്കോളാസ്റ്റിക് ഏരിയയിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാനുള്ള ടൂൾസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമുക്കറിയാം സ്കോളാസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കരിക്കുലർ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേണറിൻ്റെ ഒരു ഇതിനെയാണ്, ഇവാലുവേഷനെയാണ് നമ്മൾ സ്കോളാസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്. സബ്ജക്റ്റിലുള്ള അസസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് നടത്താറ്? മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിൾ ടൈമിങ്സ് ആണ്, അതായത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടത്തുന്ന അസസ്മെൻറ്റുകൾ. അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്താനുള്ള ടൂൾസ്. ദെൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സാമിനേഷൻസ്, അസൈൻമെൻറ്റ്സ്, ക്വിസസ്, കളക്ഷൻസ്, ക്ലബ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ടെക്നിക്സ് ആണ്.
ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. അത് ഒന്നില്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഓറൽ ടെസ്റ്റൊക്കെ ആവാം. പക്ഷേ അത് എപ്പോഴാണ് നടത്തുന്നത്? എൻഡ് ഓഫ് ടേമിലാണ്. ഒരു സെമസ്റ്ററിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ഇയർ എൻഡിലോ അങ്ങനെ ഒരു യൂണിറ്റിൻ്റെ എൻഡിലായാലും നടത്തുന്ന അസസ്മെൻറ്റിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ. ഇതെല്ലാം സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. Co-scholastic includes assessment in co-scholastic areas such as life skills, attitudes and values, sports and games, as well as other co-curricular activities. The CCE is an effort to address all these aspects holistically. The desirable behavior related to the learner's life skills, attitudes, interests, values, co-curricular activities, and physical health are described as skills to be acquired in a co-scholastic domain. ഇപ്പോൾ co-scholastic areas എന്ന് പറയുന്നത് നമ്മുടെ co-curricular activities ലൈക്ക് ലൈഫ് സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് പോലെയുള്ള co-curricular ആക്ടിവിറ്റീസിൻ്റെ അസസ്മെൻ്റ് ആണ് ഈ co-scholastic ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കുട്ടിയിലുണ്ടാവുന്ന പ്രോഗ്രസ്, അവൻ്റെ co-curricular ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്സാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്, സ്കോളാസ്റ്റിക് ഏരിയയിൽ അസസ് ചെയ്യപ്പെടുന്നത്. ദെൻ co-scholastic ഏരിയാസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലൈഫ് സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ വാല്യൂസ്, co-curricular ആക്ടിവിറ്റീസ്, എസ്തെറ്റിക്, പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ്. ദെൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, പോർട്ട്ഫോളിയോ. A portfolio is a collection of evidence and artifacts that showcase a student's progress, achievements, and learning experiences in various areas of education. In the context of evaluation techniques in education, a portfolio serves as an alternative or supplementary method to traditional assessment such as exams and quizzes. Types of portfolios. There are different types of portfolios. First one is working portfolio, then process portfolio, showcase portfolio, and evaluation portfolio. Like this, there are different portfolios are present. First one is working portfolio. It is available in the classroom for everyday use. It can include everything, even the weakest of student work, to follows the student through the school year. വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയാണ്. അപ്പോൾ അതിൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ വർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് അവരുടെ ബെസ്റ്റോ അങ്ങനെ മാത്രമല്ല, എല്ലാ ടൈപ്പ് വർക്കും, വീക്കായിട്ടുള്ള വർക്ക് പോലും അവരതിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ സ്റ്റുഡൻറ്റിനെ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ പ്രാവശ്യവും സ്കൂൾ ഇയർ ഫുള്ള് ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. Then the second type is process portfolio. It shows how the student integrate specific knowledge or skills and progress towards both basic and advanced mastery. Emphasizes the student's reflection upon his learning process. അപ്പോൾ പ്രോസസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ നോളേജോ സ്കിൽസോ അവൻ്റെ പ്രോഗ്രസ്സുമായിട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന പോർട്ട്ഫോളിയോ ആണ് പ്രോസസ് പോർട്ട്ഫോളിയോ. അപ്പോൾ അതിൽ സ്റ്റുഡൻറ്റിൻ്റെ പ്രോസസ്സാണ് എംഫസൈസ് ചെയ്യുന്നത്. അവൻ്റെ ഒരു പ്രോഗ്രസ് നമുക്ക് ഈ പോർട്ട്ഫോളിയോ അസസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ ഈസ് ഷോക്കേസ് പോർട്ട്ഫോളിയോ. For summative evaluation of students' outcomes. It includes very best completed works determined through a combination of student and teacher selection. It includes analysis and reflections by the students. അപ്പോൾ നമുക്കറിയാം ഷോക്കേസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലേ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഷോക്കേസ് പോർട്ട്ഫോളിയോയിലും കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വർക്കാണ് ഈ ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുക. അത് ടീച്ചറും കുട്ടിയും കൂടെ സെലക്ട് ചെയ്തിട്ടുള്ള വർക്കായിരിക്കും അതിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റുഡൻറ്റിൻ്റെ അനാലിസിസും റിഫ്ലക്ഷനും കാണാനായിട്ട് സാധിക്കും.
വർക്കിംഗ് പോർട്ട്ഫോളിയോനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന് ഡോക്യുമെൻറ്റേഷൻ പോർട്ട്ഫോളിയോ എന്നും പറയും. ഇപ്പോൾ ടീച്ചർ കുട്ടിക്ക് കൊടുക്കുന്ന വർക്കുകൾ അതിനെയാണ് ശരിക്കും വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുക. അതായത് ആ വർക്ക് അസസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അബൌട്ട് വർക്കിംഗ് പോർട്ട്ഫോളിയോ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ. It is also known as assessment portfolio. Test, experiments, laboratory records, descriptive answers, quizzes, projects, etc. are included in the evaluation portfolio. Then another type is representative portfolios. It contains a broad representative sample of the student's work. Representative portfolioയിൽ അവർ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ഓഫ് വർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. Then next type is growth or learning progress portfolios. This type of portfolio include selection that illustrate the student progress over the academic പീരീഡ്. അതായത് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് ആണ്, ആ അക്കാദമിക് പീരീഡിലുള്ള സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് ആണ് ഗ്രോത്ത് ഓർ ലേണിംഗ് പ്രോഗ്രസ് പോർട്ട്ഫോളിയോസ്. നമ്മൾ പ്രീവിയസ് ഇയറിൽ എക്സാംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. An evaluation tool used to document students' learning through series of student-developed artifacts is portfolio, rubrics, test, rating scale. And the answer is portfolio. Compilation of academic work and another forms of educational evidence for evaluating learning progress is called options, portfolio, action research, project, and anecdotal record. Answer is portfolio. So thank you all. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത ടോപ്പിക്കാണ്. നന്നായി മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.